നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴവും കുറച്ച് റവയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പഴുത്തൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് റവയാണ്. ഞാനൊരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ആ ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം എല്ലാം നല്ലതായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോളാക്കി ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ബോള് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ചെറുതീയിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് തിരിച്ചും മറിച്ച് വിട്ട് ഇതിൻ്റെ കളറ് മാറുന്നിടം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. ഇപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറി വരുന്നുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.